ഗൈസ്, ഇന്നൊരു ചെറിയൊരു ട്രെയിൻ യാത്രയാണ്. ട്രെയിൻ നമ്പർ 22-149 എറണാകുളത്ത് നിന്നും പൂനെ വരെ പോകുന്ന എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ്. അപ്പോൾ ചെറിയൊരു പൂനെ ട്രിപ്പ് വായോ. അപ്പോൾ ഈ ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രെയിൻ നമ്പർ 22-149 നമ്മുടെ എറണാകുളത്ത് നിന്നും വെളുപ്പിന് 5:15 പുറപ്പെടുന്ന ട്രെയിനാണ്. പൂനെയിൽ ഏകദേശം ഒരു 6:30 എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ വളരെ നീറ്റാണ്, വളരെ പീസ്ഫുള്ളാണ്. മിക്ക കോച്ചുകളും കാലിയാണ്, അത് തിരക്കൊന്നുമില്ല. നമുക്കൊരു കോഴിക്കോട് കണ്ണൂരൊക്കെ ഭാഗം എത്തുമ്പോഴത്തേക്കും തിരക്കുണ്ടാവും പ്രതീക്ഷിക്കാം. എൻ്റെ സീറ്റ് നമ്പർ വരുന്നത് 30ആണ്. സൈഡ് സീറ്റ് തന്നെ കിട്ടി. ഹാപ്പിയായി. ഒരു ബോട്ടിൽ വെള്ളം കരുതിയിട്ടുണ്ട്, പിന്നെ ബാഗ്, അത്യാവശ്യം ഡ്രസ്സ് ഒക്കെ കരുതിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. ഗായ്സ്, നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു, പ്രഭാത ഭക്ഷണം കഴിച്ചു. സംഭവം സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും വലിയ തിരക്കൊന്നും ആയിട്ടില്ല. കോച്ചൊന്നും അധികം ഫുള്ളായിട്ടൊന്നുമില്ല. ഇപ്പോഴും ചെറിയൊരു പകുതി കാലി തന്നെയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഇപ്പം തന്നെ പുറപ്പെടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം ഗൈസ് ഉച്ചയ്ക്കായി ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിരിയാണി കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. പതിയെ ഉച്ചയായില്ലേ, ചെറിയൊരു ഉച്ചമയക്കമൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഒന്ന് മയങ്ങിയിട്ട് വരാം. ബൈ. ഗായ്സ്, അപ്പം ഉറക്കം കഴിഞ്ഞു, നല്ല ഉറക്കം ഉറങ്ങി. നമ്മൾ ഏതോ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതോ സ്റ്റേഷൻ പിടികിട്ടുന്നില്ല. ഞാൻ ബോർഡൊന്ന് വായിച്ചു നോക്കട്ടെ. എനിക്ക് തോന്നുന്നു എന്തായാലും കേരളം കഴിഞ്ഞിട്ടില്ല. കേരളം കഴിഞ്ഞ ഇനി സമയമുണ്ട്. അപ്പോൾ ഏതോ സ്റ്റേഷനിലേക്ക് നമ്മളിങ്ങനെ കുതിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സ്പീഡുണ്ട് ട്രെയിനിന്. ഇവിടെ നിർത്തുമോ എന്നൊക്കെ അറിയാൻ പാടില്ല. മെയിൻ സ്റ്റോപ്പാണോ അതോ സാധാരണ ലോക്കൽ സ്റ്റോപ്പാണോ എന്ന് ചെറിയ സംശയമുണ്ട്. ഏതായാലും നമുക്കൊന്ന് നോക്കാം ഗൈസ്. നമ്മളങ്ങനെ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ജില്ലയായ കാസർഗോഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. കാസർഗോഡ്. ഇനി ഇവിടെ ഒരു 5 മിനിറ്റ് വണ്ടി പിടിച്ചിടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ മൂവ് ഓൺ ചെയ്യാം. ഓക്കേ.
അപ്പോൾ വണ്ടി ഇങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ പുറപ്പെട്ടു. നമുക്കിനി നെക്സ്റ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അറിയാലോ, കേരളം കഴിഞ്ഞു, ഇനി ഫുള്ള് മലനിരകളുടെ ഘാട്ട്, വെസ്റ്റേൺ ഘാട്ട്, ഈ തുരങ്കങ്ങളും ഗുഹകളും ഒക്കെ ആയിരിക്കും ഇനി. അപ്പോൾ അടിച്ച് പൊളിച്ചുള്ള യാത്രയാണ്. അപ്പോൾ പോവാം. അപ്പോൾ ഞാനൊരു ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിൻ്റെ കൂടെ അച്ചാറുണ്ട്. ട്രെയിനിൽ നിന്നാണ് വാങ്ങിയത്. ട്രെയിനിലെ ഫുഡൊക്കെ മോശമാണെന്ന് അറിയാം. എന്നുവെച്ചാൽ വേറെ നിവർത്തി നമുക്കില്ലല്ലോ, വീട്ടിൽ നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ട്രെയിനിലെ ഫുഡ് തന്നെയാണ് ഡിപ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊള്ളാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു ലെഗ് പീസൊക്കെ ഉണ്ട്. ഫുഡ് കൊള്ളാം, തരക്കെട്ടില്ല. ഫുഡൊക്കെ കഴിച്ചു. പ്ലേറ്റൊക്കെ ഞാൻ ഡസ്റ്റ്ബിന്നിലിട്ടു. ഇപ്പോഴാണ് അറിഞ്ഞത് പൈപ്പിൽ വെള്ളമില്ല. എന്തൊരവസ്ഥയാണിത്. ഒരു ദൂരയാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ്, അതിൽ സ്ലീപ്പർ കോച്ചിൽ വെള്ളമില്ല. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കൈ കഴുകും, വാഷ് ചെയ്യും. നമ്മളത്തെ ടോയ്ലറ്റിൽ പോയി കഴുകണം. ഇതാണ് ചില ട്രെയിനിലെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ മോശമായൊരു അവസ്ഥയാണ്, ദയനീയമായ അവസ്ഥയാണ് ഞാനിന്ന് നേരിട്ടത് ഗൈസ്. ഇന്ത്യൻ റെയിൽവേ എന്താണിത്? അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമുക്ക് ഇപ്പം തന്നെ ഒരു കംപ്ലൈൻറ്റ് ചെയ്തേക്കാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വ്യക്തി തന്നെ ആ ഒരു നമ്പർ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയിക്കാനുള്ള നമ്പർ. അപ്പം ഞാൻ ഉടൻ തന്നെ നമ്പറിൽ വിളിച്ച് ഈ കാര്യം അവരെ അറിയിക്കാൻ തീരുമാനിച്ചു. ഞാൻ നമ്പറിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അതുപോലെ വെള്ളമില്ല. അപ്പൊ അവര് ട്രെയിൻ നമ്പർ ചോദിച്ചു, കോച്ച് ഏതാണ്ട് ചോദിച്ചു. ഞാൻ സ്ലീപ്പറാണ്, എസ് ആണെന്ന് പറഞ്ഞു. സീറ്റ് നമ്പർ പറഞ്ഞു. അപ്പൊ അവര് ഉടൻ തന്നെ അവരെ സ്റ്റാഫിനെ ഇൻഫോം ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇല്ല, അറിയില്ല. ഞാൻ തന്നെ ബാത്റൂമിൽ ചോദിച്ചു പോയിട്ടാണ് കൈ കഴിയത്. അപ്പൊ ഇതുപോലുള്ള മോശം അനുഭവമാണ് ബാക്കിയുള്ളവർക്കും ഉള്ളത്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ ഇൻ കേസ് വാട്ടർ അവൈലബിലിറ്റി ആണെങ്കിലും പ്ലഗ് പോയിന്റിന്റെ അൺഅവൈലബിലിറ്റി ആണെങ്കിലും ചാർജ് ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ നമ്പർ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ ഫോണൊക്കെ എടുക്കുന്നുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കാൻ പരിപാടികളൊന്നുമില്ല. വേഗം ഫോൺ എടുക്കുന്നത് നമ്മളത് ഇപ്പം ചെയ്യാം. നമ്മുടെ ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റി ചെയ്യാം. അപ്പോൾ ഞാൻ ബന്ധപ്പെടുന്നത് വാട്ടറിന്റെ ഇഷ്യൂ ആണ് പറയുന്നത്. ട്രെയിൻ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സ്ഥലമൊന്നുള്ള ഐഡിയ ഇല്ല. ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. എന്താ നല്ലൊരു കാട് ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു കർണാടക സ്ഥലം എന്തോ ആണ്. കർണാടക ഭാഗമാണ്, സ്റ്റേറ്റാണ്. പിടിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 1.25 മണിക്കൂർ അങ്ങനെ പോവായിരിക്കും. നല്ല വെയിലുണ്ട് ഗായ്സ്. നമ്മളങ്ങനെ പനവേൽ എത്തിയിരിക്കണം ഗായ്സ്. രാത്രി ഒരു 1 മണി എന്തോ ആയി. നമ്മൾ പനവേലെത്തി. ഇനി ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്, വണ്ടിയുടെ എൻജിൻ ചേഞ്ച് ഉണ്ട്, ലോക്കോ മാറ്റി വേറെ ലോക്ക് ഘടിപ്പിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 1.25 മണിക്കൂർ പോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ 1/2 മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റ് ആയിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ മുംബൈ പനവേലിലെത്തി. ഗൈസ് ഒരു 2-2:30 നമ്മളിപ്പോൾ
മുംബൈ പനവേലെത്തിയിരിക്കുകയാണ്. സമയം 2:30 വെളുപ്പിന് 2:30 ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷനാണ് പൂനെ. ഓക്കെ, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. ഓക്കെ, ട്രെയിൻ ഇപ്പോൾ ഹോൾട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ വണ്ടി ഹോൾട്ടാണ്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് ഈ വണ്ടിയുടെ എൻജിൻ ചേഞ്ച് ആണ്. അതായത് ലോക്കോ മാറ്റുകയാണ്, വേറെ ലോക്കോ കൊണ്ട് കപ്പിൾ ചെയ്തിട്ടാണ് ഇനി ഈ വണ്ടി ഇവിടുന്ന് പൂനെക്ക് പുറപ്പെടുക. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഗൈസ്. ഗായ്സ് ഫൈനലി നമ്മൾ പൂനെ സ്റ്റേഷനിലേക്ക് എടുക്കാറായി. എല്ലാവരും എഴുന്നേറ്റ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വെളുപ്പിനെ ഒരു 5-5:30 മണിയാവാറായി. ഉറക്കമൊക്കെ സെറ്റായി. ഇനി കുറച്ച് സമയത്തോടെ നമ്മൾ പൂനെ സ്റ്റേഷനിലേക്ക് എത്തുന്നതായിരിക്കും. വണ്ടി എവിടെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഗായ്സ്, നല്ല തണുപ്പാണ്. ഒരു 12 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് തണുപ്പ്. രക്ഷയില്ല തണുപ്പാണ് ഗായ്സ്. എല്ലാ യാത്രക്കാരും ഫോണിൽ നോക്കി സീറ്റിലൊക്കെ ഇരുന്ന് ഉറക്കമൊക്കെ കളഞ്ഞിരിക്കുകയാണ്. നമ്മൾ സ്റ്റേഷൻ എത്താറായല്ലോ, ലാസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. കൊള്ളാം ഗായ്സ്. ശരിക്കും സ്ലീപ്പർ കോച്ചിലെ യാത്ര എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഒരു സമയത്തുമ്പോഴത്തേക്ക് യാത്രക്കാരെണ്ണം കൂടുക, ഒരു സമയത്ത് യാത്രക്കാരെണ്ണം കുറയുക, ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യാത്രക്കാരും ഒരു ലഗേജൊക്കെ ആയിട്ട് ഇറങ്ങാനുള്ള തിരക്കിലാണ്, ഞാനും അതെ. അപ്പോൾ പൂനെയിൽ എന്നൊരു വലിയൊരു നഗരത്തിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ നമ്പർ 122-49 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. രാവിലെ സമയം 6 മണി. ഓട്ടോ എന്തോ പുഷ് ട്രെയിൻ ആട്ടോ, എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ജാതി സൗണ്ട്. പൂനെ എത്തി ഗൈസ്, പൂനെ ലാൻഡ് ചെയ്തു. ഇവരാണ് ഇറങ്ങുന്നില്ല, എൻ്റെ മുമ്പിൽ തന്നെ നിൽക്കണം സ്റ്റക്കായിട്ട്. ഞാൻ കുറേ നേരമായിട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ധൃതി പിടിക്കുകയായിരുന്നു. ഇപ്പോഴത് കാല് കുത്തിയത്. അങ്ങനെ നമ്മൾ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം, അതായത് ഒരു 1 ഡേ യാത്രയ്ക്ക് ശേഷം നമ്മൾ പൂനെ എത്തിയിരിക്കുകയാണ്. LSB കോച്ച് ഉള്ള ട്രെയിനാണ്, നല്ല ട്രെയിനാണ്. ഇഷ്ടപ്പെട്ടു, യാത്ര ഇഷ്ടപ്പെട്ടു. സ്റ്റേഷനൊക്കെ നല്ല വെൽ ക്ലീൻഡാണ്, നല്ല ഹൈജീനിക്കാണ്. വലിയ കുഴപ്പമൊന്നും പറയാനില്ല, കുറ്റമൊന്നും പറയാനില്ല. കൊള്ളാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് പുറത്തേക്കുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. അങ്ങനത്തെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓരോരോ സ്പോട്ടുകൾ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ പോയി
എക്സ്പ്ലോർ ചെയ്യണം. അതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു ചായ കിട്ടിയില്ല, അതൊരു വിഷമമായിട്ട് ഇപ്പോഴും ഉണ്ട്. രാവിലെ നല്ല ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. പൊതുവെ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയാം. അപ്പം ഞാൻ നടന്നു പോകുന്നത് എക്സിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതിലേക്കാണ്. എക്സിറ്റ് അവിടെ എനിക്ക് അറിയാൻ പാടില്ല, ആദ്യമായിട്ടാണല്ലോ ഇവിടെ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇത് നോക്കി ഹംസഫർ ട്രെയിനിൻ്റെ കോച്ച്. ഹംസഫർ ട്രെയിൻ ഏതോ നോക്കുന്നുണ്ടോ? ഹംസഫർ എനിക്കൊന്ന് എറണാകുളം ചെന്നൈ റൂട്ടിൽ വരുന്ന ഒരു ട്രെയിനിൻ്റെ കോച്ചാണ് ഹംസഫർ. അതിൻ്റെ കോച്ചാണ് ഇപ്പോൾ ഈ ട്രെയിനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കാഴ്ചയായിരുന്നു, നല്ല തിരക്കാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അവസാനം കുറെ നീണ്ട പ്ലേറ്റിന് ശേഷം എക്സിറ്റ് കണ്ടുപിടിച്ചു. പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും അവിടെ തിരക്കാണ്, നല്ല തണുപ്പാണ്, നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പാണ് ഗൈസ്. അതിനൊത്ത തിരക്കും. അപ്പം ആ തിരക്കിനിടയിലൂടെ ഞാൻ പതിയെ നടന്ന് നീങ്ങുകയാണ് ഗൈസ്. ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഷോപ്പ് അന്വേഷിച്ചുള്ള അർത്ഥം. ഇതാണ് പൂനെ നഗരം, പൂനെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് എന്ന് വേണ്ടി പറയാം, എൻട്രൻസ്. അപ്പോൾ നല്ലൊരു അനുഭവമാണ് ഗൈസ്. ഞാൻ ഫുഡ് സ്പോട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഞാൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ യാത്രയുണ്ട് അങ്ങോട്ട്. ഞാനൊരു ഊബർ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അപ്പോൾ പൂനെയുടെ മധ്യത്തിലൂടെ ഒരു ഊബർ ഓട്ടോ വിളിച്ച് ഞാൻ അങ്ങനെ എൻ്റെ ഫുഡ് സ്പോട്ടിലേക്ക് പോവുകയാണ്. അതായത് 9 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ കഫേ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള പൂനെയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ്, ഒരു ഫുഡ് ഷോപ്പാണ്. അപ്പോൾ എല്ലാത്തരം ഫുഡും കിട്ടും. രാവിലത്തെയും ഉച്ചത്തെയും രാത്രിയിലൊക്കെ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. പൂനെയിലെ ഫേമസ് ഒരു സ്പോട്ട് തന്നെയാണ്, ഫുഡ് ഷോപ്പ് തന്നെയാണ്. അപ്പോൾ റിവ്യൂക്ക് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്.